വളരെ സന്തോഷത്തോടു കൂടിയാണ് മണിയമ്മയുടെ കൂടെ ഇങ്ങനെ എനിക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അതിലേറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ നമ്മുടെ A2Z എന്ന് പറയുന്ന കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ലെവണക്സ് കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ലാലച്ചൻ മുതൽ അല്ലെങ്കിൽ അതിനുശേഷം മിലൻ സാറ് ഇപ്പോൾ അരവിന്ദും ഒക്കെ ഇങ്ങനെ ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഭയങ്കര വലിയൊരു പ്രസൻസ് ആണ് ശരിക്കും മണിയമ്മ. ഇപ്പം എല്ലാ ആളുകളുടെയും റീൽസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു എനർജിയുടെ കാരണം എന്നൊന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ആ ഒരു വർക്കിൻ്റെ ആ ഇതിൽ എൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലൊരു ആക്റ്റീവ് അംഗമാണ്. ഇപ്പം മണിയമ്മയുടെ റീൽസ് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മണിയമ്മ ഏറ്റവും നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, വലിയ വണ്ടികളൊക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ 9 ലൈസൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. പക്ഷേ ഒരു ബിസിനസ് കോച്ച് എന്നുള്ള രീതിക്ക് എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന മണിയമ്മയുണ്ട്. അതായത് ഡ്രൈവിങ്ങിൽ മാത്രമല്ല ബിസിനസ്സിൻ്റെ അകത്തും ഓരോ എലമെൻറ്റും അത്രയും കാര്യങ്ങൾ നന്നായി തന്നെ അറിയുന്നുണ്ട്. അപ്പോൾ അതിൽ ലെവണക്സ് മണിയമ്മേനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നല്ല സപ്പോർട്ട്. എൻ്റെ മക്കളുടെ ഉയർച്ചക്ക് ഒരു നല്ല സപ്പോർട്ട് താങ്കളാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർക്ക് പോരായ്മകളുള്ള ആൾക്കാരായിരുന്നു. അവർ അച്ഛനാണ് ബിസിനസ്സിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നത്. അത് പോയതോടുകൂടി ഇവർക്ക് കുറച്ച് അതിൻ്റെ അകത്തുള്ള ഒരു പോരായ്മകളുണ്ടായിരുന്നു. പക്ഷെ അത് ലെവണക്സ് കമ്പനി വന്നതോടുകൂടി അത് മേക്കപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ എഡ്യൂക്കേഷൻ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അരവിന്ദാണെങ്കിലും ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു മെക്കാനിക്കൽ എൻജിനീയറിങ് ഒക്കെ എടുത്തിട്ടാണെങ്കിലും അവന് വേറെ ഒരു ജോലിക്ക് പോകാനല്ല, അവന് ഈ ജോലി തന്നെ നന്നായിട്ട് വളർത്തിക്കൊണ്ടു പോകണമെന്നുള്ളൊരാഗ്രഹമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവർക്കും വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ സന്തോഷം. തീർച്ചയായിട്ടും. ഇപ്പം മക്കൾ നന്നായി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ മണിയമ്മയിൽ കാണുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇന്ന് തന്നെയാണെങ്കിലും നമ്മൾ വളരെ ഡീപ്പായിട്ട് ബിസിനസ്സിൻ്റെ പല സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ വെച്ചപ്പോൾ അതിൽ വളരെ ഏറ്റവും ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മണിയമ്മയാണ്. അപ്പോൾ ഇതേ പ്രായത്തിൽ ഈ ബിസിനസ്സും പഠിക്കാനായിട്ടുള്ള മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഉണ്ടായത്? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു രീതി തന്നെ. ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും നല്ല ബിസിനസ്സുകാരിയായിരുന്നു. പശുവൊക്കെ ആണെങ്കിലും കൂടി വലിയ തോതിൽ വളർത്തിയാന്നിങ്ങനെ ആ ബിസിനസ്സിലൊക്കെ എന്നെയാണ് അതിൽ പങ്കാളിത്തം. അപ്പം ആ ഒരു മൈൻഡ്. എൻ്റെ അച്ഛനും കയർ ബിസിനസ്, കൊപ്ര ബിസിനസ്. അപ്പം അതുകൊണ്ടായിരിക്കാം ബിസിനസ്സിനോടുള്ള ഒരു താല്പര്യം ഉണ്ടായിട്ടുള്ളതല്ലേ. ഇപ്പം നമുക്കറിയാമല്ലോ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് പല ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് സപ്പോർട്ടീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പ്രോഗ്രാം ലെവണക്സ് ഗ്രോത്ത് റെവല്യൂഷൻ എന്നുള്ള ഒരു പേരിൽ നമ്മൾ കഴിഞ്ഞ February 7th ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ വരുന്ന July 3 ലേമേഡിയനിൽ വെച്ച് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മണിയമ്മ അവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് മണിയമ്മയോട് ചോദിക്കാനുള്ളത്, ഇത്രയും വർഷങ്ങളായിട്ട് A2Z സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലെവണക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ബിസിനസ് ഓണേഴ്സിനോട് എന്താണ് മണിയമ്മയ്ക്ക് പറയാനുള്ളത്? ആ പ്രോഗ്രാം അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ? എന്തുകൊണ്ട് ചെയ്യണം? തീർച്ചയായിട്ടും ആ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്താണ്, നമുക്കറിയാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തുനിന്ന് പഠിക്കാനുണ്ട്. നമ്മളുടെ ധാരണകൾ പലതും തെറ്റാണെന്നും മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ഓരോ മീറ്റിങ്ങുകളും കേൾക്കുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പം നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളതല്ല കുറേ. പിന്നെ ഓരോ അപ്ഗ്രേഡ് എല്ലാം ബിസിനസ്സും ആൾക്കാരും ഒക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതിനെക്കുറിച്ചും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്കൊരു ഗൈഡൻസ് വേണം. തീർച്ചയായിട്ടും. അപ്പം ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾ ഈ ഒരു ഇത് തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്, ചില യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിള്ളേരോട് സംസാരിക്കുമ്പോൾ ഒരു എനർജി ഇല്ലാതെ ഒരു 10-90 വയസ്സുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെ ഭയങ്കര ഡൗൺ ആയിട്ട് ജീവിതം കഴിഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. എന്നാൽ മണിയമ്മേനെ പോലുള്ള ചില ആളുകളെ കാണുമ്പോൾ നമ്മളൊക്കെ ഇനിയും എനർജറ്റിക് ആവണമല്ലോ എന്നുള്ളൊരു തോട്ട്. എന്തായാലും ലെവണക്സ് ഗ്രോത്ത് റെവല്യൂഷനിൽ മണിയമ്മയും ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് അവിടെ കാണാം. അപ്പം മണിയമ്മേനെ കാണാൻ താല്പര്യമുള്ള ബിസിനസ് ഓണേഴ്സിനും
അതുപോലെ തന്നെ ലെവണക്സ് ഗ്രോത്ത് റെവല്യൂഷനിൽ റിയലായിട്ട് ഡയറക്ഷൻ, ഡാറ്റ, ഡിസിപ്ലിൻ എന്നുള്ള ലെവണക്സ് 3D ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനും ഓർഗനൈസേഷനിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ റിച്ച്നെസ്സിലേക്ക് എത്താനും താല്പര്യമുള്ള എല്ലാ മലയാളി ബിസിനസ് ഓണേഴ്സിനെയും ഞങ്ങൾ ലെവണക്സ് ടീമും അതോടൊപ്പം തന്നെ മണിയമ്മയും ചേർന്ന് വെൽക്കം ചെയ്യുകയാണ്. നമുക്ക് ജൂലൈ 3 ലെ മെഡിയനിൽ വച്ച് കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഗ്രോയിങ്.